മാറ്റ് കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിലെ നമ്പർ സീരീസ് എന്ന് പറയുന്ന പാർട്ടിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ ഐഡന്റിഫൈ ചെയ്ത് ബ്ലാങ്ക് വന്നിരിക്കുന്ന ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അല്പം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. തന്നിരിക്കുന്ന സീക്വൻസ് ഇങ്ങനെയാണ്: 2, 7, 28, 126. That means when you look here, 2 എന്ന് പറയുന്നത് ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും ഒരു സീക്വൻസ് തന്നാൽ നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 2ഉം 7ഉം തമ്മിൽ +5 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് +21 ആണ്. സോ നമുക്കൊരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ അങ്ങനെയാണ് എങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ പറ്റി നോക്കാം. ഫോർ എക്സാമ്പിൾ സ്ക്വയർ ഇട്ടോ ക്യൂബ് ഇട്ടോ നമ്മൾ നോക്കുവാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2 ഈസ് 1 ക്യൂബ് +1 ആണ്. 7 എന്ന് പറയുന്നത് 2 ക്യൂബ് -1 ആണ്. 28 എന്ന് പറയുന്നത് 3 ക്യൂബ് +1 ആണ്. 126 എന്ന് പറയുന്നത് 5 ക്യൂബ് +1 ആണ്. കാരണം 2 ക്യൂബ് 8 ആണ്, 8 - 1 7. 3 ക്യൂബ് 9 ആണ്, 3 ക്യൂബ് 27 ആണ്. 3 ക്യൂബ് 27 ആണ്. 27 + 1 = 28. 5 ക്യൂബ് 125 ആണ്. 125 + 1 = 126. അപ്പൊ നോക്കിക്കേ, 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 5 ക്യൂബ് mean this is going to be 4 ക്യൂബ് +1 - 1 +1 - 1. 4 ക്യൂബ് is going to be 64. 64 - 1 = 63. 63 ആയിരിക്കും ഈ ബ്ലാങ്കിലെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത സീക്വൻസ് നോക്കിയാൽ 6, 20, 42 സ്പേസ് 110. ഡിഫറൻസ് എന്ന് പറയുന്നത് 14 വരും. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 22 വരും. ദെൻ നെക്സ്റ്റ് ക്യാൻ ബി 30, 38. അങ്ങനെയാണെങ്കിൽ നമ്മൾ 110 എത്തത്തില്ല. സോ വേറെ ഏതെങ്കിലും കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ ദിസ് പർട്ടിക്കുലർ 6 ഈസ് 2 സ്ക്വയർ + 2. 20 ഈസ് 4 സ്ക്വയർ + 4. 42 ഈസ് 6 സ്ക്വയർ + 6. 110 ഈസ് 10 സ്ക്വയർ + 10. കാരണം 2 സ്ക്വയർ 4 ആണ്. 4 + 2 6. 4 സ്ക്വയർ 16. 16 + 4 20. 6 സ്ക്വയർ 36. 36 + 6 42. 10 സ്ക്വയർ 100. 100 + 10 എന്ന് പറയുമ്പോൾ 110. സോ അങ്ങനെയാണ് എങ്കിൽ 2 സ്ക്വയർ 4 സ്ക്വയർ 6 സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 8 സ്ക്വയർ. 2 4 6 8. That is 8 square is 64. 64 + 8 that is equal to 72. സീരീസ് എന്താണ്? n സ്ക്വയർ പ്ലസ് n ആണ് സീരീസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ 2, 12, 36, 1 space 150. 2 + 10 is 12. 12 + 24 is 36. Then 150 ലേക്ക് എത്തണമെങ്കിൽ then it should be 24. Then it could be 38. Then it would become 30. 52 addition you won't get to. നമ്മൾ ഒരിക്കലും 150 എത്തത്തില്ല. സോ അല്ല നോക്കിയാൽ 2 എന്ന് പറയുന്നത് 1 ക്യൂബ് + 1 സ്ക്വയർ ആണ്. 12 എന്ന് പറയുന്നത് 2 ക്യൂബ് + 2 സ്ക്വയർ ആണ്. 36 എന്ന് പറയുന്നത് 3 ക്യൂബ് + 3 സ്ക്വയർ ആണ്. 150 എന്ന് പറയുന്നത് 5 ക്യൂബ് + 5 സ്ക്വയർ ആണ്. കാരണം 1 ക്യൂബ് 1, 1 + 1 2. 2 ക്യൂബ് 8, 8 + 4 12. 3 ക്യൂബ് 27. സ്ക്വയർ എന്ന് പറയുന്നത് 9. 27 + 9 36. 5 ക്യൂബ് 125. 125 + 25 എന്ന് പറയുന്നത് 150. 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ്. Then it will be 4 cube. 1 square 2 square 3 square + 4 square. This is 64 + 16. 64 + 16 that is equal to 80. 64 + 16 that is equal to 18. 80 will be the answer. അടുത്ത സീക്വൻസ് നോക്കിയാൽ 2, 24, 108, 750. ഇപ്പോൾ നമ്മൾ റിലേഷൻ നോക്കിയാൽ +22. 22 to 108. That is going to be a very big difference. So this is going to be around what you will get 108 minus 24. It will be 84. So this is +84. So you cannot reach 850. അല്ലാതെ വേറെ ഏതെങ്കിലും റിലേഷൻ നോക്കുവാണെങ്കിൽ 2 is 1 cube into 2. 24 is 2 cube into 3. 108 is 3 cube into 4. 750 is 5 cube into 6. That is 1 cube is 1 into 2. 2 cube is 8 into 3. 3 cube is 27 into 4. 5 cube is 125 into 6. So 27 into 4 is 108. 8 into 3 is 24. 5 cube is 25 into 6 is 750.
1 cube, 2 cube, 3 cube. That is should be 4 cube. 2, 3, 4, 5. What is 4 cube? 4 cube is 64. 64 into 5, that will be equal to 320. അങ്ങനെയാണെങ്കിൽ 320 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ 1/2, 8/3, 27/4, സ്പേസ് 125/6. ന്യൂമറേറ്റർ നോക്കിയാൽ 1, 8, 27, 125. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, ഇതെന്താണ് 5 ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? 4 ക്യൂബ് ആയിരിക്കും ന്യൂമറേറ്ററിൽ. 2, 3, 4, then it should be 5. So 4 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 64 divided by 5. അങ്ങനെയാണ് 64 divided by 5 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ അറിയേണ്ടത് 1 സ്ക്വയർ 1, 1 ക്യൂബ് 1, 2, 4, 8, 3, 9, 27, 3 ക്യൂബ് 27, 4, 16, 64, 5, 25, 125. സ്ക്വയറുകൾ ക്യൂബുകൾ നോക്കുക, അങ്ങോട്ടും ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന സീക്വൻസ് കണ്ടുപിടിച്ചത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ചാനലിൽ ഡിഫറെന്റ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. ക്ലാസ് 10, +1, +2, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് ടോപ്പിക്സ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ഇൻഫർമേഷൻ, അഡ്വാൻസ്ഡ് കെമിസ്ട്രി ടോപ്പിക്സ് വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും. ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജിന്റെ പേര് മാറ്റ്കം എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.